ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഇൻസുലേറ്റേഴ്സാണ്. ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസുകളിൽ, സബ്സ്റ്റേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസുകളിലെല്ലാം തന്നെ നമ്മൾ വിവിധ തരം ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതെല്ലാമാണ്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ട്രാൻസ്മിഷൻ ലൈൻസ്, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്, സബ്സ്റ്റേഷൻസ് എന്നിവിടങ്ങളിലെ എക്യുപ്മെൻറ്റുകൾക്ക് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നു. അങ്ങനെ കണ്ടക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഊർജ്ജം നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ടേഴ്സിന് നമുക്ക് സപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത്തരത്തിൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് നമ്മൾ ടവേഴ്സും അതുപോലെ തന്നെ പോൾസുകളും സ്ഥാപിക്കുന്നു. ഈ വരുന്ന കണ്ടക്ടേഴ്സ് ഒരു കാരണവശാലും നമുക്ക് ടവേഴ്സിലോ പോസ്റ്റിലോ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള കഴിയുകയില്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് നമ്മുടെ പോളിലൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ ടവറിലൂടെ ആയിരുന്നാലും കടന്ന് താഴേക്ക് വരുന്നു. ഈ ടവറുകളും പോസ്റ്റുകളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട് എങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഇതിൽ തൊട്ടുകൊണ്ടിരിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റർ അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റൺ ചെയ്ത് വരുന്ന ഈ കണ്ടക്ടേഴ്സ് നമ്മൾ പോസ്റ്റുമായിട്ട് ഘടിപ്പിക്കുന്നത് ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ്? ഈ ഇൻസുലേറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ലീക്കേജ് കറണ്ട് ഏതുവഴി കടന്ന് താഴേക്ക് വരില്ല, നമ്മുടെ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ടവർ വഴിയോ കടന്ന് താഴേക്ക് വരുന്നില്ല. അങ്ങനെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഏത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. വോൾട്ടേജ് റേറ്റിംഗിനനുസരിച്ച് വിവിധ തരം ഇൻസുലേറ്റേഴ്സാണ് ഓരോ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള 5 ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് പിൻ ഇൻസുലേറ്റർ, രണ്ടാമത്തത് സസ്പെൻഷൻ ഇൻസുലേറ്റർ, മൂന്നാമത്തത് സ്ട്രെയിൻ ഇൻസുലേറ്റർ, നാലാമത്തത് സ്റ്റേ ഇൻസുലേറ്റർ, അഞ്ചാമത്തത് ഷാക്കിൾ ഇൻസുലേറ്റർ. ഇവയൊക്കെയാണ് ആ 5 ഇൻസുലേറ്റേഴ്സ്. ഇവയിൽ തന്നെ പിന്ന്, സസ്പെൻഷൻ, സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് എന്നിവയെല്ലാം തന്നെ മീഡിയം മുതൽ ഹൈ വോൾട്ടേജ് വരെയുള്ള ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതും സ്റ്റേയും ഷാക്കിളും ഇൻസുലേറ്റേഴ്സ് എല്ലാം തന്നെ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇൻസുലേറ്റേഴ്സുമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസുലേറ്ററാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. അപ്പോൾ ഒരു പിൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ ഫിഗറാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 33 kV പിൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടക്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ദാ ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും കണ്ടക്ടർ കടന്നു പോകുന്നത്. അതിന് ദാണ്ട് ഈ ഒരു പ്രദേശത്ത് നമ്മൾ അലുമിനിയം കേബിൾസിൻ്റെ സഹായത്തോടു കൂടി ഹാങ് ചെയ്ത് വച്ചിരിക്കും. വളരെ പണ്ടുകാലം മുതൽക്കേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസുലേറ്റേഴ്സാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. 33 kV വരെയുള്ള വോൾട്ടേജിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻസുലേറ്റേഴ്സാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിനെ അത് വിസ്റ്റാൻഡ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ 1 പാർട്ട്, 2 പാർട്ട്, 3 പാർട്ട് എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇവിടെ 1 പാർട്ട് ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് 11 kV ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് 1 പാർട്ട് ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പൊസിഷൻ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. താഴെ കാണുന്ന ഈ ഒരു പൊസിഷൻ അവിടെ കാണാനായിട്ട് കഴിയുകയില്ല. 1 പാർട്ട് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് 11 kV ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ വോൾട്ടേജിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു പാർട്സിൻ്റെ എണ്ണം ഇവിടെ കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു പിൻ ഇൻസുലേറ്ററിൻ്റെ ഈ മുകളിൽ കാണപ്പെടുന്ന ഭാഗത്തിനെ നമ്മൾ റെയിൻ ഷെഡ് എന്നും താഴെ കാണുന്ന ഭാഗത്തിനെ നമ്മൾ ഒരു പെറ്റിക്കോട്ട് എന്നും പറയും. ഒരു പെറ്റിക്കോട്ടിൻ്റെ ആകൃതിയിൽ ഈ ഒരു പോർഷൻ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞ പേര് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇൻസുലേറ്ററിനുള്ളിലേക്ക് ജലം ഇറങ്ങിപ്പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെയിൻ ഷെഡ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റെയിൻ ഷെഡ് ഉപയോഗിക്കുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ റെയിൻ ഷെഡ് വഴി വെള്ളം പുറത്തേക്ക് പോകുന്നു. അത് ഒരു കാരണവശാലും ഇതിൻ്റെ ഇൻസുലേറ്ററിൻ്റെ മറ്റ് പാർട്സുകളെ നനയിക്കുന്നില്ല. അങ്ങനെ ഇൻസുലേഷൻ സ്ട്രെങ്ത് നമുക്കിവിടെ കൂട്ടാനായിട്ട് കഴിയും. 33 kVക്ക് മുകളിലേക്കുള്ള വോൾട്ടേജ് വിസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസും അതുപോലെ തന്നെ ആ ഇൻസുലേറ്ററിൻ്റെ ഷേപ്പും ഒക്കെ തന്നെ വലുതായി വരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു അൺഎക്കണോമിക്കൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് 33 kVക്ക് മുകളിലുള്ള വോൾട്ടേജിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നതിന് പിൻ ഇൻസുലേറ്റർ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ് ആണ്. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സുമായി വളരെയധികം രൂപസാദൃശ്യമുള്ള ഒരു ഇൻസുലേറ്റേഴ്സാണ് പോസ്റ്റ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇൻസുലേറ്റേഴ്സ് കൂടുതലായിട്ടും ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൽ ധാരാളമായി പെറ്റിക്കോട്ട്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നമ്മുടെ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിനെക്കാട്ടിയും കൂടുതലും ആയിരിക്കും. ഇൻസുലേഷൻ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ പോസ്റ്റ് ഇൻസുലേറ്റേഴ്സിനുള്ളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻസുലേറ്റേഴ്സ് ഉപയോഗിച്ച് കണ്ടക്ടേഴ്സിനെ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പോസ്റ്റ് ഇൻസുലേറ്ററിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലും താഴെയും 2 ക്ലാമ്പ് അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മുകളിലുള്ള ഈ ഒരു പോർഷനിലാണ് നമ്മൾ കണ്ടക്ടർ കണക്ട് ചെയ്യുന്നത്. ഈ താഴെയുള്ള പോർഷനാണ് പോസ്റ്റിലോ ടവറിലോ എവിടെയാണോ കണക്ട് ചെയ്യുന്നത് അവിടെ കണക്ട് ചെയ്യുന്ന പോർഷനാണ് ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് പെറ്റിക്കോട്ട്സ് എന്ന് പറഞ്ഞ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ ഫിഗറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്കാണ്. അപ്പോൾ ഈ ഒരു ഡിസ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ആ ഡിസ്ക്. ഈ ഒരു ഡിസ്ക് നിർമ്മിച്ചിരിക്കുന്നത് പോർസലൈൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഒന്നിലധികം ഡിസ്കുകൾ ചേർന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ്. ഈ ഡിസ്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് ഒരു മെറ്റൽ ലിങ്കുകൾ ഇവിടെ യൂസ് ചെയ്യുന്നു. ഈ മെറ്റൽ ലിങ്കുകൾ കണക്ട് ചെയ്ത് ഒരു സ്ട്രിങ് ആയിട്ട് കാണപ്പെടുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ്. ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മൾ കണ്ടക്ടർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ടവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഓരോ ഡിസ്കും നമ്മൾ 11 kV വോൾട്ടേജിനെ വിസ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വോൾട്ടേജിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഈ ഡിസ്കിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത്തരത്തിലുള്ള സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ടവറുകളിലാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇടിമിന്നലിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ കണ്ടക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നോക്കുന്നത് അഡ്വാൻറ്റേജസ് ആണ്. ഒരു സസ്പെൻഷൻ ഇൻസുലേറ്ററിൻ്റെ ഒരു ഡിസ്കിൻ്റെ നോർമൽ വോൾട്ടേജ് റേറ്റിംഗ് 11 kV ആണ്. ഇത് വോൾട്ടേജ് റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് 15 kV വരെ പോകാം. അതുപോലെ തന്നെ ഏത് വോൾട്ടേജിനും സൂട്ടബിളായിട്ടുള്ള ഒരു ഇൻസുലേറ്ററാണ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ്. വോൾട്ടേജിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഡിസ്കിൻ്റെ എണ്ണം കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒരു സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ഡിസ്കിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഡാമേജ് വന്ന ഡിസ്ക് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വളരെയധികം എളുപ്പമായിരിക്കും. ബാക്കിയുള്ള ഇൻസുലേറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ മെക്കാനിക്കൽ സ്ട്രെസ്സ് വളരെയധികം കുറവായിരിക്കും. കാരണം വളരെ ഫ്ലെക്സിബിളായിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടക്ടർ ഈ ഒരു സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണ്ടക്ടേഴ്സ് എല്ലാം തന്നെ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ ബോട്ടം ഭാഗത്തായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആക്ച്വലായിട്ടുള്ള നമ്മുടെ ടവറിൻ്റെ ഹൈറ്റിനെക്കാട്ടിയും താഴെയായിരിക്കും കണ്ടക്ടേഴ്സ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കണ്ടക്ടേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഇൻസുലേറ്റേഴ്സ് സഹായിക്കുന്നു. ഇതാണ് ഒരു സസ്പെൻഷൻ ഇൻസുലേറ്ററിൻ്റെ ഫിഗർ. ഇതിലിതാ ഈ ഒരു പോർഷൻ, ഈ ഹുക്ക് വരുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ക്രോസ് ആം, ഒരു ടവറിൻ്റെ ക്രോസ് ആമുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം. ഈ ഒരു പോർഷനാണ് നമ്മൾ കണ്ടക്ടർ കണക്ട് ചെയ്യുന്ന ഭാഗം. ഇതാണ് ആ ഡിസ്കുകൾ. വോൾട്ടേജ് ലെവൽ കൂടുന്നതിനനുസരിച്ച് ഈ ഡിസ്കിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒരു സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൻ്റെ സ്ട്രിങ്ങുകളെല്ലാം തന്നെ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം വില കൂടുതലാണ്. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എല്ലാം തന്നെ വലിയ ടവറുകളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സും പോസ്റ്റ് ടൈപ്പ് ഇൻസുലേറ്റേഴ്സും ഒക്കെ തന്നെ ചെറിയ ടവറുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അഥവാ നമ്മുടെ ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ചെറിയ പോസ്റ്റുകളിലും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടത്തില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ സ്ട്രെയിൻ ഇൻസുലേറ്ററിൻ്റെ ഫിഗറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സസ്പെൻഷൻ സ്ട്രിങ് ആണ് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇൻസുലേറ്റേഴ്സിന് ടെൻസൈൽ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. മെയിനായിട്ട് ഇത്തരത്തിലുള്ള സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടക്ടർ അവസാനിക്കുന്ന ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഷാർപ്പ് കോർണേഴ്സ് വരുന്ന ഭാഗങ്ങളിലുമാണ് മെയിനായിട്ട് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ സ്ട്രെയിനിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ലൈനിന് ഒരു എക്സ്ട്രാ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. ഇനി വിവിധ വോൾട്ടേജ് റേറ്റിങ്ങുകളിൽ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിലും അതുപോലെ തന്നെ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന ഡിസ്കുകളുടെ എണ്ണത്തിനെ കുറിച്ചാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 33 kV വോൾട്ടേജാണ് നമ്മൾ
സ്ട്രെയിൻ ഇൻസുലേറ്ററിലൂടെയും സസ്പെൻഷൻ ഇൻസുലേറ്ററിലൂടെയും കടത്തിവിടുന്നതെങ്കിൽ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിൽ 3 ഡിസ്കും അതുപോലെ തന്നെ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൽ 3 ഡിസ്കുമാണ് ഉപയോഗിക്കുന്നത്. 66 kV വോൾട്ടേജാണ് നമ്മൾ സസ്പെൻഷൻ ഇൻസുലേറ്ററിലും സ്ട്രെയിൻ ഇൻസുലേറ്ററിലും കടത്തിവിടുന്നതെങ്കിൽ സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിൽ 5 ഡിസ്ക് നമ്മൾ യൂസ് ചെയ്യും. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിൽ നമ്മൾ 4 ഡിസ്ക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. 132 kV സപ്ലൈ ആണ് നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിലും സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിലും കൂടെ കടത്തിവിടുന്നുവെങ്കിൽ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിൽ 9 ഡിസ്ക് യൂസ് ചെയ്യും. എന്നാൽ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൽ 8 ഡിസ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 220 kV വോൾട്ടേജാണ് നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിലും സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിലും കൂടെ കടത്തിവിടുന്നുവെങ്കിൽ 15 ഡിസ്ക്കാണ് നമ്മൾ സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിൽ 14 ഡിസ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് ലൈൻസ് കാണപ്പെടുന്ന ഒരു ഇൻസുലേറ്ററാണ് സ്റ്റേ ഇൻസുലേറ്റർ. എല്ലാ ലൈനുകളിലും നമ്മൾ സ്റ്റേ വയേഴ്സ് കൊടുത്തിരിക്കും. നമ്മുടെ പോസ്റ്റുകൾക്കെല്ലാം വേണ്ടി ഒരു എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വയേഴ്സുകളാണ് സ്റ്റേ വയേഴ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഏതെങ്കിലും കാരണവശാൽ മറിയുന്നുവെങ്കിൽ അതിന് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റിൻ്റെ അഗ്രഭാഗം ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ആ ഒരു ലൈനെയാണ് നമ്മൾ സ്റ്റേ വയർ എന്ന് പറയുന്നത്. ആ സ്റ്റേ വയറിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററിനെയാണ് സ്റ്റേ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ഈ സ്റ്റേ ഇൻസുലേറ്റർ പൊട്ടിയാലും ഈ ഗേ വയർ ഒരു കാരണവശാലും പൊട്ടിപ്പോകുന്നില്ല. ആ ഒരു രീതിയിലാണ് ഈ ഗേ വയേഴ്സ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഷാക്കിൾ ഇൻസുലേറ്ററാണ്. ഷാക്കിൾ ഇൻസുലേറ്റർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഡിസ്ട്രിബ്യൂഷൻ ലൈൻസുകളെല്ലാം തന്നെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഉപയോഗം കുറയാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈനിൻ്റെ എൻഡുകളിലോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള കോണേഴ്സുകളോ ആണ് നമ്മൾ മെയിനായിട്ട് ഷാക്കിൾ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഇൻസുലേറ്റേഴ്സിന് മാത്രമേ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എക്സസീവായിട്ടുള്ള ടെൻസൈൽ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളൂ. അടുത്ത ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇത്തരത്തിലുള്ള ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നതാണ്. ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് എല്ലാം ആക്ച്വലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണാം ഈ പിക്ചറിൻ്റെ ഈ 2 സൈഡിലുമാണ് ഷാക്കിൾ ഇൻസുലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടർ ഈ ഒരു സ്ലോട്ട് വഴി കടത്തി പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിനെ ഒരു അലുമിനിയം വയറിൻ്റെ സഹായത്തോടു കൂടി ടൈ ചെയ്ത് വച്ചേക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കെട്ടി മുറുക്കി വച്ചേക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ നമ്മൾ പോസ്റ്റിൻ്റെ ക്രോസ് ആമുമായിട്ട് നമ്മൾ ബോൾട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഷാക്കിൾ ഇൻസുലേറ്റർ ഹൈ പവർ ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഹൈ പവർ ആപ്ലിക്കേഷനിൽ ഇതുപോലെയുള്ള കോർണേഴ്സുകളിലും അതുപോലെ തന്നെ ലൈനിൻ്റെ എൻഡുകളിലും ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററാണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നേ പഠിച്ചത്. അപ്പോൾ ഇത്രയും ഇൻസുലേറ്റേഴ്സുകളാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.